ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മളടുത്ത് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ ഉത്തരം പറയും. പക്ഷെ അതുപോലെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് പലർക്കും അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2 സിമ്പിൾ റൂൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. ബിഗിനേഴ്സിനും കുട്ടികൾക്കുമായിട്ടുള്ള നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ ഫീയിൽ നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 പേർക്ക് കോഴ്സിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരു കൂപ്പൺ കോഡും കൊടുത്തിട്ടുണ്ട്. കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് 2 സിമ്പിൾ റൂൾസ് യൂസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാം. ആദ്യത്തെ റൂൾ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നൊരു കാര്യം ചോദിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് റൂൾ വെച്ചിട്ട് ചോദിക്കാം. അതായത് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നീ പഠിക്കുകയാണോ? അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് റൂൾ വെച്ചിട്ട് ചോദിക്കാം, ആർ യു പ്ലസ് ING. എക്സാമ്പിൾസ് നോക്കുമ്പോൾ ക്ലിയർ ആവും. നീ കളിക്കുകയാണോ? എങ്ങനെ ചോദിക്കാം? നമ്മുടെ റൂൾ ഓർക്കുക, ആർ യു പ്ലസ് ING. ആർ യു പറഞ്ഞതിന് ശേഷം കളിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? പ്ലേ. പ്ലേയുടെ കൂടെ ING കൂടെ വെക്കണം. പ്ലേയിങ്. ആർ യു പ്ലേയിങ്? നീ കളിക്കുകയാണോ? ആർ യു പ്ലേയിങ്? നീ വായിക്കുകയാണോ? നമ്മുടെ റൂൾ ഓർക്കുക, ആർ യു പ്ലസ് ING. ആർ യു വെച്ചു. വായിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? റീഡ്. ആർ യു റീഡിങ്? ആർ യു റീഡിങ്? നീ വായിക്കുകയാണോ? ആർ യു റീഡിങ്? എന്തായിരിക്കും വായിക്കുന്നത്? ഒരു പുസ്തകമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നീ ഈ പുസ്തകം വായിക്കുകയാണോ? ആർ യു റീഡിങ്? നീ വായിക്കുകയാണോ? അതിൻ്റെ കൂടെ നമ്മൾ ദിസ് ബുക്ക് എന്നും കൂടെ ചേർക്കുകയാണ്. ഈ പുസ്തകം. ആർ യു റീഡിങ് ദിസ് ബുക്ക്? ആർ യു റീഡിങ് ദിസ് ബുക്ക്? നീ ഈ പുസ്തകം വായിക്കുകയാണോ? നിങ്ങൾ ഡിന്നർ കഴിക്കുകയാണോ? അല്ലെങ്കിൽ നിങ്ങൾ അത്താഴം കഴിക്കുകയാണോ? നമ്മൾ റൂൾ അനുസരിച്ചിട്ട് ആർ യു കഴിഞ്ഞതിന് ശേഷം കഴിക്കുക എന്നുള്ളതിന് എന്താ പറയുന്നത്? ഈറ്റ്. ഈറ്റിൻ്റെ കൂടെ നമ്മളൊരു ING കൂടെ വെക്കുകയാണ്. ആർ യു ഈറ്റിംഗ്? ആർ യു ഈറ്റിംഗ്? നിങ്ങൾ കഴിക്കുകയാണോ? എന്താ കഴിക്കുന്നത്? ഡിന്നർ. ആർ യു ഈറ്റിംഗ് ഡിന്നർ? ആർ യു ഈറ്റിംഗ് ഡിന്നർ? നിങ്ങൾ ഡിന്നർ കഴിക്കുകയാണോ? അല്ലെങ്കിൽ നിങ്ങൾ അത്താഴം കഴിക്കുകയാണോ? ആർ യു ഈറ്റിംഗ് ഡിന്നർ? നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാണോ? ആർ യു വെച്ച് തുടങ്ങുകയാണ്. വെയിറ്റിൻ്റെ കൂടെ ഒരു ING കൂടെ വെക്കണം. ആർ യു വെയിറ്റിംഗ്? ആർ യു വെയിറ്റിംഗ്? നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണോ? ഫോർ സമ്മൺ. ആർക്കെങ്കിലും വേണ്ടി. ആർ യു വെയിറ്റിംഗ് ഫോർ സമ്മൺ? ആർ യു വെയിറ്റിംഗ് ഫോർ സമ്മൺ? നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാണോ? ആർ യു വെയിറ്റിംഗ് ഫോർ സമ്മൺ? നീ ഹോംവർക്ക് ചെയ്യുകയാണോ? ആർ യു വെച്ച് തുടങ്ങി ചെയ്യുക എന്നുള്ളതിന് ഡു. ഡൂവിൻ്റെ കൂടെ ഒരു ING കൂടെ വെക്കുകയാണ്. ആർ യു ഡൂയിങ്? ആർ യു ഡൂയിങ്? നീ ചെയ്യുകയാണോ? എന്താ ചെയ്യുന്നത്? ഹോംവർക്ക്. ആർ യു ഡൂയിങ് ഹോംവർക്ക്? ആർ യു ഡൂയിങ് ഹോംവർക്ക്? നീ ഹോംവർക്ക് ചെയ്യുകയാണോ? നിങ്ങൾ അങ്ങോട്ട് പോവുകയാണോ? ആർ യു കഴിഞ്ഞതിന് ശേഷം പോവുക എന്നുള്ളതിന് എന്താ പറയുന്നത്? ഗോ. അതിൻ്റെ കൂടെ നമ്മൾ ING വെക്കുകയാണ്. ആർ യു ഗോയിങ്? ആർ യു ഗോയിങ്? നിങ്ങൾ പോവുകയാണോ? അവിടെ. ദർ. ആർ യു ഗോയിങ് ദർ? നിങ്ങൾ അങ്ങോട്ട് പോവുകയാണോ? അല്ലെങ്കിൽ അവിടെ പോവുകയാണോ? ആർ യു ഗോയിങ് ദർ? ആർ യു ഗോയിങ് ദർ? നിങ്ങൾ ഡിന്നർ ഉണ്ടാക്കുകയാണോ? ആർ യു ഉണ്ടാക്കുക എന്നുള്ളതിന് മേക്ക്. അതിൻ്റെ കൂടെ ING കൂടെ വെക്കുകയാണ്. ആർ യു മേക്കിംഗ്? നിങ്ങൾ ഉണ്ടാക്കുകയാണോ? ആർ യു മേക്കിംഗ്? എന്താ ഉണ്ടാക്കുന്നത്? ഡിന്നർ. ആർ യു മേക്കിംഗ് ഡിന്നർ? ആർ യു മേക്കിംഗ് ഡിന്നർ? നിങ്ങൾ ഡിന്നർ ഉണ്ടാക്കുകയാണോ? ആർ യു മേക്കിംഗ് ഡിന്നർ? നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണോ? ആർ യു ഡ്രൈവിംഗ്? ആർ യു ഡ്രൈവിംഗ്? നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ വീഡിയോ കാണുകയാണല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വീഡിയോ കാണുകയാണോ? എങ്ങനെ പറയാം? നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് ആർ യു വയ്ക്കുക. അതിനുശേഷം കാണുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ വാച്ച് വയ്ക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ING കൂടെ ചേർക്കണം. ആർ യു വാച്ചിങ്? ആർ യു വാച്ചിങ്? എന്താ കാണുന്നത്? ദിസ് വീഡിയോ. ഈ വീഡിയോ. ആർ യു വാച്ചിങ് ദിസ് വീഡിയോ? ആർ യു വാച്ചിങ് ദിസ് വീഡിയോ? നിങ്ങൾ ഈ വീഡിയോ കാണുകയാണോ? ആർ യു വാച്ചിങ് ദിസ് വീഡിയോ? നിങ്ങൾ എൻ്റെ കൂടെ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? എങ്ങനെ ചോദിക്കാം? ആർ യു പഠിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? ലേൺ. ലേണിൻ്റെ കൂടെ ING വെക്കണം. ആർ യു ലേണിംഗ്? ആർ യു ലേണിംഗ്? നിങ്ങൾ പഠിക്കുകയാണോ? ആർ യു ലേണിംഗ്? ആർ യു ലേണിംഗ് ഇംഗ്ലീഷ്? എന്താ പഠിക്കുന്നത്? ഇംഗ്ലീഷ്. ആർ യു ലേണിംഗ് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? എൻ്റെ കൂടെ. വിത്ത് മീ. ആർ യു ലേണിംഗ് ഇംഗ്ലീഷ് വിത്ത് മീ?
ആർ യു ലേണിംഗ് ഇംഗ്ലീഷ് വിത്ത് മീ? നിങ്ങൾ എൻ്റെ കൂടെ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? ആർ യു ലേണിംഗ് ഇംഗ്ലീഷ് വിത്ത് മീ? നീ പഠിക്കുകയാണോ? സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാം, ആർ യു സ്റ്റഡിയിങ്? ആർ യു സ്റ്റഡിയിങ്? സ്റ്റഡി എന്ന് വെച്ചാൽ പഠിക്കുക. അതിൻ്റെ കൂടെ ING കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ആർ യു സ്റ്റഡിയിങ്? ആർ യു സ്റ്റഡിയിങ്? നീ പഠിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണോ? അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് നീ പഠിക്കുകയാണോ, നീ കളിക്കുകയാണോ, അല്ലെങ്കിൽ നീ പാട്ട് പാടുകയാണോ, ഇങ്ങനെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് റൂൾ വെച്ചിട്ട് ചോദിക്കാം, ആർ യു പ്ലസ് ING. ആർ യു പ്ലസ് ING. അപ്പോൾ ആദ്യത്തെ റൂൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണോ? എങ്ങനെ ചോദിക്കാം? താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു റൂൾ വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു ചോദ്യം ഉണ്ടാക്കിയിട്ട് അതും കൂടെ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ റൂൾ നോക്കാം. കഴിഞ്ഞതാണെങ്കിലും ഇപ്പോഴും പ്രസക്തിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഈ സമയത്ത് നമുക്ക് ഹാവ് യു പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം യൂസ് ചെയ്തിട്ട് ചോദിക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂൾ. ചെയ്തിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ, പോയിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ഈ റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾ അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹാവ് യു പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം യൂസ് ചെയ്തിട്ട് ഈ ചോദ്യം ചോദിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഹാവ് യു വെച്ചു. കാണുക അല്ലെങ്കിൽ കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്താ പറയുന്നത്? മീറ്റ്. ഇതിൻ്റെ തേർഡ് ഫോം എന്താണ്? മീറ്റ്, മെറ്റ്, മെറ്റ്. അപ്പോൾ ഹാവ് യു കഴിഞ്ഞതിന് ശേഷം മെറ്റ്. ഹാവ് യു മെറ്റ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹിം, അവനെ. ഹാവ് യു മെറ്റ് ഹിം? നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ടോ? മുമ്പ് എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? ബിഫോർ. ഹാവ് യു മെറ്റ് ഹിം ബിഫോർ? നിങ്ങൾ അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഹാവ് യു മെറ്റ് ഹിം ബിഫോർ? ഹാവ് യു മെറ്റ് ഹിം ബിഫോർ? ഹാവ് യു മെറ്റ് ഹിം ബിഫോർ? നിങ്ങൾ അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ഏത് റൂൾ യൂസ് ചെയ്യാം? സെക്കൻഡ് റൂൾ. ഹാവ് യു പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. ആദ്യം ഹാവ് യു വെച്ചു. ഇവിടെ നമ്മൾ വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. വായിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് റീഡ്. ഇതിൻ്റെ തേർഡ് ഫോം എന്താണ്? റെഡ്. റെഡ്. ഹാവ് യു കഴിഞ്ഞതിന് ശേഷം റെഡ്. ഹാവ് യു റെഡ്? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഈ പുസ്തകം? ദിസ് ബുക്ക്. ഹാവ് യു റെഡ് ദിസ് ബുക്ക്? നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഹാവ് യു റെഡ് ദിസ് ബുക്ക്? നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഹാവ് യു റെഡ് ദിസ് ബുക്ക്? നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സബ്സ്ക്രൈബിൻ്റെ തേർഡ് ഫോം എന്താണ്? സബ്സ്ക്രൈബ്ഡ്. ഹാവ് യു സബ്സ്ക്രൈബ്ഡ്? ഹാവ് യു സബ്സ്ക്രൈബ്ഡ്? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ? ഹാവ് യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ? നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ? നിങ്ങൾ എപ്പോഴെങ്കിലും ഹൈദരാബാദി ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ. ഇതിൻ്റെ തേർഡ് ഫോം എന്താണ്? ട്രൈഡ്. ഹാവ് യു എവർ ട്രൈഡ്? നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ ട്രൈഡ്? എന്ത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹൈദരാബാദി ബിരിയാണി. ഹാവ് യു എവർ ട്രൈഡ് ഹൈദരാബാദി ബിരിയാണി? നിങ്ങൾ എപ്പോഴെങ്കിലും ഹൈദരാബാദി ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ ട്രൈഡ് ഹൈദരാബാദി ബിരിയാണി? നീ നിൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാവ് യു കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റിൻ്റെ തേർഡ് ഫോം വയ്ക്കണം. കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മളിവിടെ ഹാവ് യു കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റഡ് വെച്ചു. ഹാവ് യു കംപ്ലീറ്റഡ്? നീ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പൂർത്തിയാക്കിയിട്ടുണ്ടോ യുവർ ഹോംവർക്ക്? നിൻ്റെ ഹോംവർക്ക്. ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്? നീ നിൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്? ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്? നീ അവക്കാഡോ കഴിച്ചിട്ടുണ്ടോ? കഴിക്കുക എന്നുള്ളതിന് ഈറ്റ്. അതിൻ്റെ തേർഡ് ഫോം ഈറ്റൺ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഹാവ് യു കഴിഞ്ഞതിന് ശേഷം ഈറ്റൺ. ഈറ്റിൻ്റെ തേർഡ് ഫോം വെച്ചു. ഹാവ് യു ഈറ്റൺ? ഹാവ് യു ഈറ്റൺ? നീ കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു ഈറ്റൺ അവക്കാഡോ? നീ അവക്കാഡോ കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു ഈറ്റൺ അവക്കാഡോ? നീ മോഹൻലാലിനെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു കഴിഞ്ഞതിന് ശേഷം കാണുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? സീ. ഇതിൻ്റെ തേർഡ് ഫോം എന്താണ്? സീ, സോ, സീൻ. അപ്പോൾ നമ്മളിവിടെ സീനാണ് വയ്ക്കേണ്ടത്. ഹാവ് യു സീൻ? ഹാവ് യു സീൻ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെയാ? മോഹൻലാൽ. ഹാവ് യു സീൻ മോഹൻലാൽ? നിങ്ങൾ മോഹൻലാലിനെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ മോഹൻലാൽ? ഹാവ് യു സീൻ മോഹൻലാൽ? നീ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേൾക്കുക എന്നുള്ളത് നമ്മൾ എന്താ പറയുന്നത്? ഹിയർ.
ഇതിൻ്റെ തേർഡ് ഫോം ഹേർഡ്. ഹാവ് യു ഹേർഡ്? നീ കേട്ടിട്ടുണ്ടോ? ദിസ് സോങ്, ഈ പാട്ട്. ഹാവ് യു ഹേർഡ് ദിസ് സോങ്? നീ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ദിസ് സോങ്? ഹാവ് യു ഹേർഡ് ദിസ് സോങ്? നീ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? നീ എൻ്റെ പേന കണ്ടിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഹാവ് യു കഴിഞ്ഞതിന് ശേഷം കാണുക, സീ. ഇതിൻ്റെ തേർഡ് ഫോം സീൻ. ഹാവ് യു സീൻ? നീ കണ്ടിട്ടുണ്ടോ? മൈ പെൻ. ഹാവ് യു സീൻ മൈ പെൻ? നീ എൻ്റെ പേന കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ മൈ പെൻ? നീ ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു, പ്രാക്ടീസിൻ്റെ തേർഡ് ഫോം പ്രാക്ടീസ്ഡ്. ഹാവ് യു പ്രാക്ടീസ് ടുഡേ? ഹാവ് യു പ്രാക്ടീസ് ടുഡേ? നീ ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിക്കുക എന്നുള്ളതിന് നമ്മൾ സ്പീക്ക് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തേർഡ് ഫോം സ്പോക്കൺ. ഹാവ് യു എവർ സ്പോക്കൺ? നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ്. ഹാവ് യു എവർ സ്പോക്കൺ ഇംഗ്ലീഷ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടോ? എങ്ങനെയാ? വിത്ത് കോൺഫിഡൻസ്. കോൺഫിഡൻസോടുകൂടി അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ. ഹാവ് യു എവർ സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് കോൺഫിഡൻസ്? ഹാവ് യു എവർ സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് കോൺഫിഡൻസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റൂൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞൊരു കാര്യമാണെങ്കിലും ഇപ്പോഴും പ്രസക്തിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത്, അതായത് തീർത്തും കഴിഞ്ഞ കാര്യമല്ല, ഇപ്പോഴും അതിന് പ്രസക്തിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ, നീ അത് കഴിച്ചിട്ടുണ്ടോ, അവിടെ പോയിട്ടുണ്ടോ, അങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തും നമുക്ക് ഈ ഒരു റൂൾ വെച്ചിട്ട് ഈസി ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. രണ്ടാമത്തെ റൂൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫോൺ കണ്ടിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കാം? താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു റൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു ചോദ്യം ഉണ്ടാക്കി അതും കൂടെ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇനി നമുക്ക് റിയൽ ലൈഫിൽ എങ്ങനെ ഈ റൂൾസ് യൂസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതും കൂടെ നോക്കാം. നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ പോവാണ്. അതായത് എവിടെയോ പോവാണെന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ പോവാണ്. അപ്പോൾ നമ്മൾ ഫോണിൽ വിളിച്ചിട്ട് ഇയാളുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ ഇന്ന് അവിടെ പോവാണോ? എങ്ങനെ ചോദിക്കാം? നമ്മുടെ ആദ്യത്തെ റൂൾ വെച്ചിട്ട് നമുക്കിത് ചോദിക്കാം. ആർ യു പ്ലസ് ING. ആർ യു ഗോയിങ്? ആർ യു ഗോയിങ്? നീ പോവാണോ? ദർ, അവിടെ. ആർ യു ഗോയിങ് ദർ? നീ അവിടെ പോവാണോ? ആർ യു ഗോയിങ് ദർ? അപ്പോൾ ഫ്രണ്ട് പറയാണ്, ഇല്ല, എനിക്കിന്ന് അവിടെ പോവാൻ കഴിയില്ല. നോ, ഐ കാൺ ഗോ ദർ ടുഡേ. നോ, ഇല്ല, ഐ കാൺ ഗോ ദർ, എനിക്കവിടെ പോകാൻ കഴിയില്ല. ടുഡേ, ഇന്ന്. നോ, ഐ കാൺ ഗോ ദർ ടുഡേ. ഇല്ല, എനിക്കിന്ന് അവിടെ പോകാൻ കഴിയില്ല. അപ്പോൾ വീണ്ടും ചോദ്യം വരികയാണ്, ഇപ്പം നീ TV കാണുകയാണോ? നമ്മുടെ ഫസ്റ്റ് റൂൾ വെച്ചിട്ട് നമുക്ക് ഈ ചോദ്യവും ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ആർ യു വാച്ചിങ് TV റൈറ്റ് നൗ? ആർ യു വാച്ചിങ്? ആർ യു കഴിഞ്ഞതിന് ശേഷം വാച്ചിൻ്റെ കൂടെ ING വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ആർ യു വാച്ചിങ് TV? നീ TV കാണുകയാണോ? റൈറ്റ് നൗ, ഇപ്പോൾ. ആർ യു വാച്ചിങ് TV റൈറ്റ് നൗ? നീ ഇപ്പോൾ TV കാണുകയാണോ? അപ്പോൾ ഫ്രണ്ട് പറയുകയാണ്, അല്ല, ഞാനൊരു പുസ്തകം വായിക്കുകയാണ്. ഇതെങ്ങനെ പറയാമെന്നുള്ളത് നമ്മൾ ആദ്യത്തെ ലെസണിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ ആമിൻ്റെ കൂടെ ING വെച്ചിട്ട് പറയാം. ഐ ആം കഴിഞ്ഞതിന് ശേഷം റീഡിൻ്റെ കൂടെ ING വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ലെസണിൽ ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോ, ഐ എം റീഡിങ് എ ബുക്ക്. അല്ല, ഞാനൊരു പുസ്തകം വായിക്കുകയാണ്. നോ, ഐ എം റീഡിങ് എ ബുക്ക്. അല്ല, ഞാനൊരു പുസ്തകം വായിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, കൊള്ളാം, നീ ഈയിടെ രസകരമായ പുസ്തകങ്ങൾ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇത് നമുക്ക് രണ്ടാമത്തെ റൂൾ വെച്ചിട്ട് പറയാം. എങ്ങനെ പറയാം? നൈസ്, ഹാവ് യു റെഡ് എനി ഇൻട്രസ്റ്റിംഗ് ബുക്സ് ലേറ്റ്ലി? ഹാവ് യു കഴിഞ്ഞതിന് ശേഷം റീഡിൻ്റെ തേർഡ് ഫോം ഹാവ് യു റെഡ്? നീ വായിച്ചിട്ടുണ്ടോ? എനി ഇൻട്രസ്റ്റിംഗ് ബുക്സ്, ഏതെങ്കിലും രസകരമായ പുസ്തകങ്ങൾ. ഈ ഈയിടെ എന്ന് പറയാനായിട്ടാണ് ലേറ്റ്ലി വെച്ചത്. നൈസ്, ഹാവ് യു റെഡ് എനി ഇൻട്രസ്റ്റിംഗ് ബുക്സ് ലേറ്റ്ലി? നൈസ്, ഹാവ് യു റെഡ് എനി ഇൻട്രസ്റ്റിംഗ് ബുക്സ് ലേറ്റ്ലി? ഇതിന് മറുപടിയായിട്ട് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതെ, ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും യു ക്യാൻ വിൻ വായിച്ചിട്ടുണ്ടോ? അത് അമേസിംഗ് ആണ്, അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്നതാണ്. എങ്ങനെ പറയാം? യെസ്, ഹാവ് യു എവർ റെഡ് യു ക്യാൻ വിൻ? ഇറ്റ്സ് അമേസിംഗ്. യെസ്, ഹാവ് യു എവർ റെഡ് യു ക്യാൻ വിൻ? ഇറ്റ്സ് അമേസിംഗ്. ഇതിന് ഉത്തരമായിട്ട് പറയുകയാണ്, ഇല്ല, നോ, ഐ ഹാവിൻറ്റ്. നോ, ഐ ഹാവിൻറ്റ്. കഴിഞ്ഞ ലെസണിൽ പറഞ്ഞ പോലെ ഇവിടെയും നമുക്ക് കുറച്ച് പുതിയ വാക്കുകൾ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒക്കെ, സംഭവിക്കുക. എപ്പോഴാണ് അപകടം സംഭവിച്ചത്? വെൻ ഡിഡ് ദി ആക്സിഡൻറ്റ് ഒക്കെ? വെൻ ഡിഡ് ദി ആക്സിഡൻറ്റ് ഒക്കെ? നിയർ ബൈ, അരികെ അല്ലെങ്കിൽ വളരെ അടുത്തുള്ള. അവളുടെ അമ്മ അടുത്തുള്ള പട്ടണത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഹെർ മദർ ലിവ്ഡ് ഇൻ എ നിയർ ബൈ ടൗൺ. ലിവ്, താമസിക്കുക അല്ലെങ്കിൽ ജീവിക്കുക. ഹെർ മദർ ലിവ്ഡ് ഇൻ എ നിയർ ബൈ ടൗൺ. അവളുടെ അമ്മ അടുത്തുള്ള പട്ടണത്തിലായിരുന്നു താമസിച്ചിരുന്നത്.
മിസ്റ്ററി, നിഗൂഢത അല്ലെങ്കിൽ രഹസ്യം. അവൻ പലപ്പോഴും നിഗൂഢത നിറഞ്ഞ കഥകൾ പറയുന്നു. ഹി ഓഫൻ ടെൽസ് സ്റ്റോറീസ് ഫുൾ ഓഫ് മിസ്റ്ററി. ഓഫൻ പലപ്പോഴും. ഹി ഓഫൻ ടെൽസ് സ്റ്റോറീസ് ഫുൾ ഓഫ് മിസ്റ്ററി. ഒബ്റ്റെയിൻ, ലഭിക്കുക, നേടുക, കരസ്ഥമാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. വായനയിലൂടെ നിങ്ങൾക്ക് അറിവ് നേടാനാകും. യു ക്യാൻ ഒബ്റ്റെയിൻ നോളജ് ത്രൂ റീഡിങ്. നോളജ്, അറിവ്. യു ക്യാൻ ഒബ്റ്റെയിൻ നോളജ് ത്രൂ റീഡിങ്. ബോഗ്, ചതുപ്പ് നിലം, ചെളിയിൽ താണുപോകുക, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആ വയലിലൂടെ നടക്കരുത്, അതൊരു ചതുപ്പ് നിലമാണ്. ഡോണ്ട് വാക്ക് അക്രോസ് ദാറ്റ് ഫീൽഡ്, ഇറ്റ്സ് എ ബോഗ്. ഡോണ്ട് വാക്ക് അക്രോസ് ദാറ്റ് ഫീൽഡ്. ഫീൽഡ് എന്ന് വെച്ചാൽ വയൽ. ആ വയലിലൂടെ നടക്കരുത്, ഇറ്റ്സ് എ ബോഗ്, അതൊരു ചതുപ്പ് നിലമാണ്. ഡോണ്ട് വാക്ക് അക്രോസ് ദാറ്റ് ഫീൽഡ്, ഇറ്റ്സ് എ ബോഗ്. എക്സ്പാൻഡ്, വികസിപ്പിക്കുക, വ്യാപിപ്പിക്കുക, വിപുലീകരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അവർ തങ്ങളുടെ കമ്പനി വിപുലീകരിക്കാൻ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ തങ്ങളുടെ കമ്പനി വിപുലീകരിക്കാൻ പദ്ധതിയിടുന്നു. ദേ ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് ദെയർ കമ്പനി. ദേ ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് ദെയർ കമ്പനി. ഇൻറ്റൻഷൻ, ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശ്യം. അത് ചെയ്യുന്നതിൽ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? വാട്ട് വാസ് യുവർ ഇൻറ്റൻഷൻ ഇൻ ഡൂയിങ് ദാറ്റ്? വാട്ട് വാസ് യുവർ ഇൻറ്റൻഷൻ ഇൻ ഡൂയിങ് ദാറ്റ്? എക്സാക്ട്ലി, കൃത്യമായി അല്ലെങ്കിൽ ശരിയായി. എനിക്ക് കൃത്യമായി അറിയില്ല. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. എക്സ്ട്രീംലി, അങ്ങേയറ്റം അല്ലെങ്കിൽ വളരെയധികം. ഞാൻ വളരെ ക്ഷീണിതനാണ്. ഐ എം എക്സ്ട്രീംലി ടയേർഡ്. ഐ എം എക്സ്ട്രീംലി ടയേർഡ്. ഒക്കേഷണലി, വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടെ. അത് വല്ലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇറ്റ് ഹാപ്പൻസ് ഒക്കേഷണലി. ഇറ്റ് ഹാപ്പൻസ് ഒക്കേഷണലി. ഹാപ്പൻ, സംഭവിക്കുക. പ്രോഗ്രസ്, പുരോഗതി, വികാസം, അഭിവൃദ്ധി, ഇതൊക്കെയാണ് അർത്ഥം. നിങ്ങളുടെ ഇംഗ്ലീഷിൽ നിങ്ങൾ പുരോഗതി കൈവരിച്ചു. യു ഹാവ് മെയ്ഡ് പ്രോഗ്രസ് വിത്ത് യുവർ ഇംഗ്ലീഷ്. യു ഹാവ് മെയ്ഡ് പ്രോഗ്രസ് വിത്ത് യുവർ ഇംഗ്ലീഷ്. ബ്രീഫ്ലി, ചുരുക്കി പറഞ്ഞാൽ, ചുരുക്കി, ചുരുക്കിയ, ഇതൊക്കെയാണ് അർത്ഥം. ഞങ്ങൾ ഫോണിൽ ചുരുക്കി സംസാരിച്ചു. വി സ്പോക്ക് ബ്രീഫ്ലി ഓൺ ദ ഫോൺ. സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. സ്പോക്ക്, സംസാരിച്ചു. വി സ്പോക്ക് ബ്രീഫ്ലി ഓൺ ദ ഫോൺ. ഞങ്ങൾ ഫോണിൽ ചുരുക്കി സംസാരിച്ചു. റെലവൻറ്റ്, യോജിക്കുന്ന, പ്രസക്തമായ, പൊരുത്തമുള്ള, ഇതൊക്കെയാണ് അർത്ഥം. പ്രസക്തമായ എല്ലാ വിവരങ്ങളും എനിക്ക് അയയ്ക്കുക. സെൻഡ് മീ ഓൾ ദ റെലവൻറ്റ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ, വിവരം. സെൻഡ് മീ ഓൾ ദ റെലവൻറ്റ് ഇൻഫർമേഷൻ. ഗൈഡൻസ്, മാർഗനിർദ്ദേശം, നേതൃത്വം, വഴികാട്ടൽ, ഇതൊക്കെയാണ് അർത്ഥം. അച്ഛൻ്റെ മാർഗനിർദ്ദേശത്തിൽ അവൻ നീന്തൽ പഠിച്ചു. അണ്ടർ ഹിസ് ഫാദേഴ്സ് ഗൈഡൻസ് ഹി ലേൺഡ് ഹൗ ടു സ്വിം. സ്വിം, നീന്തുക. ലേൺ, പഠിക്കുക. അണ്ടർ ഹിസ് ഫാദേഴ്സ് ഗൈഡൻസ് ഹി ലേൺഡ് ഹൗ ടു സ്വിം. അച്ഛൻ്റെ മാർഗനിർദ്ദേശത്തിൽ അവൻ നീന്തൽ പഠിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ലെസനാണ്. ആദ്യത്തെ ലെസൺ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാക്കി ലെസൺസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.